വെൽക്കം ബാക്ക് ടു ജൂനിയർ ക്രോണിക്കിൾ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? അപ്പോ ഐസ്ക്രീമിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. 550 BC പേർഷ്യയിൽ, അതായത് ഇന്നത്തെ ഇറാനിലാണ് ഐസ്ക്രീമിന്റെ ആദ്യ ഭാവം ഉത്ഭവിക്കുന്നത്. ഡെസേർട്ടിന്റെ അതിശക്തമായ ചൂടിനെ പ്രതിരോധിക്കാനും ഒരു റീഫ്രഷിങ്ങിനും ഒക്കെ ആയിട്ടാണ് അന്ന് പേർഷ്യയിലെ ആളുകൾ ഐസ് ഉണ്ടാക്കിയിരുന്നത്. പ്രാചീനകാലം മുതലേ തന്നെ ഇന്നത്തെ റെഫ്രിജറേറ്ററിന് സമാനമായ ഒരു സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതാണ് യാച്ചൽ. ഐസ് പിറ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ ഡോം ഷേപ്പിലുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഉള്ളിൽ തേനീച്ചക്കൂടിൻ്റേതുപോലെ തോന്നിക്കുന്ന അറകളുണ്ടായിരുന്നു. ഡെസേർട്ടിലെ വിൻ്റർ സീസണിൽ ഉണ്ടാകുന്ന ഐസ് പിൽക്കാലത്തേക്ക് പ്രിസർവ് ചെയ്യാനായിരുന്നു ഈ ഒരു സംവിധാനം ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഭക്ഷണ സാധനങ്ങൾ സംരക്ഷിക്കാനും ഇവ ഉപയോഗിച്ചു. ഈ ഒരു വിദ്യ പേർഷ്യക്കാർക്കിടയിൽ മാത്രം നിന്നിരുന്നു. എന്നാൽ 650 CE അറബ്സ് പേർഷ്യ പിടിച്ചടക്കുന്നതിലൂടെ ഈ ഒരു ഫ്രീസിംഗ് ടെക്നിക് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ആദ്യകാലങ്ങളിൽ ഈ ഐസിനോടൊപ്പം ഫ്രഷ് ഫ്രൂട്ട്സും ഹണിയും ഒക്കെ ചേർത്ത് സർബത്ത് എന്ന രൂപത്തിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസസും ഐസിനോടൊപ്പം ചേർത്ത് ഫലൂഡെ ഫോമിലും ഉപയോഗിച്ചു. പിന്നെ വർഷങ്ങളുടെ പരിണാമങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ സോഫ്റ്റ് ഐസ്ക്രീംസിലേക്ക് വരുന്നത്. ഇനി ഓരോ സ്കൂപ്പ് ഐസ്ക്രീം എടുക്കുമ്പോഴും നിങ്ങൾ ഈ സ്റ്റോറി ഓർക്കില്ലേ? നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.